Hello students, +1 Mathematics, Principle of Mathematical Induction എന്ന 4th ചാപ്റ്ററിന്റെ രണ്ടാമത്തെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ഉപയോഗിച്ച് ഒരു സ്റ്റേറ്റ്മെന്റ് എങ്ങനെ പ്രൂവ് ചെയ്യാം എന്ന് നമ്മൾ പഠിച്ചു. പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ മെത്തേഡ് യൂസ് ചെയ്ത് രണ്ട് പ്രോബ്ലം വെരിഫൈ ചെയ്തു. ഇന്ന് കൂടുതൽ പ്രോബ്ലംസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. തേർഡ് പ്രോബ്ലം, ഫോർ ഓൾ n greater than or equal to 1, prove that 1 by 1 into 2 plus 1 by 2 into 3 plus 1 by 3 into 4 plus etc. plus 1 by n into n plus 1 equal to n by n plus 1 by the method of mathematical induction. Method of mathematical induction യൂസ് ചെയ്ത് സ്റ്റേറ്റ്മെന്റ് വെരിഫൈ ചെയ്യാൻ ഫസ്റ്റ് ചെയ്യേണ്ടത് ഗിവൺ സ്റ്റേറ്റ്മെന്റിനെ പി ഓഫ് എൻ എന്ന് ഡിനോട്ട് ചെയ്യണം. കൺസിഡർ പി ഓഫ് എൻ ഗിവൺ സ്റ്റേറ്റ്മെന്റ്, that is 1 by 1 into 2 plus 1 by 2 into 3 plus 1 by 3 into 4 plus etc. plus 1 by n into n plus 1 equal to n by n plus 1. This given statement equal to p of n. Next, prove that p of 1 is true. p of 1 true ആണെന്ന് എങ്ങനെ പ്രൂവ് ചെയ്യാം? p of 1 means n equal to 1. Then find out LHS side and RHS side. LHS side equal to first term. n 1 ആകുമ്പോൾ LHS side first term ആണ് വരിക. That is 1 by 1 into 2 equal to 1 by 2. Then find out RHS. RHS equal to n by n plus 1. In that n equal to 1, that is 1 by 1 plus 1 equal to 1 by 2. Thus we get LHS equal to RHS. LHS 1 by 2 ആണ്, RHS 1 by 2 ആണ്. That means P of 1 is true. അപ്പോൾ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ മെത്തേഡിൽ എല്ലാ സ്റ്റേറ്റ്മെന്റിലും P of 1 ട്രൂ ചെയ്യുക, LHS ഫൈൻഡ് ഔട്ട് ചെയ്യുക, ദാറ്റ് ഈസ് ഫസ്റ്റ് ടേം. RHSൽ n-ന് 1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അപ്പോൾ ആൻസർ കിട്ടും. LHSും RHSും സെയിം ആണെങ്കിൽ P of 1 ഈസ് ട്രൂ. Next step, P of k is true implies P of k plus 1 is true. For that, first assume that P of k is true for some positive integer k. P of k is true means what is P of k? In P of n, take n equal to k. That is 1 by 1 into 2 plus 1 by 2 into 3 plus 1 by 3 into 4 plus etc. plus 1 by k into k plus 1. P of n-ൽ 1 by n into n plus 1 ആണ്. That means sum of n terms ആണ്. P of k ആകുമ്പോൾ k termsന്റെ sum is 1 by k into k plus 1 equal to k by k plus 1. അവിടെയും n by n plus 1-ൽ n equal to k കൊടുത്തു. That is P of k. This is true. That means ഈ LHS സൈഡിന്റെ സം k by k plus 1 ആണ്. അതാണ് അതിന്റെ മീനിങ്. നെക്സ്റ്റ് എന്ത് പ്രൂവ് ചെയ്യണം? P of k plus 1 ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യണം. That means we show that P of k plus 1 is true. P of k plus 1 ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യാൻ take n equal to k plus 1. Then find out LHS.
പി ഓഫ് കെയുടെ LHSൽ k ടേംസ് ആണ് ഉണ്ടാകുക. അപ്പൊ k+1 ആകുമ്പോൾ k+1 ടേംസ് ഉണ്ടാകും. അപ്പൊ k ടേംസും ഒരു ടേം കൂടുതലായിട്ടുണ്ടാകും. അപ്പൊ നമുക്ക് ആദ്യം k ടേംസ് എഴുതാം. 1/1 × 2 പ്ലസ് 1/2 × 3 പ്ലസ് 1/3 × 4 പ്ലസ് എക്സെട്ര പ്ലസ് 1/k × k+1. അതായത് പി ഓഫ് കെയുടെ LHS കംപ്ലീറ്റ് എഴുതുക. പ്ലസ് ഒരു ടേം കൂടുതലായിട്ട് എഴുതണം. ദാറ്റ് മീൻസ് നെക്സ്റ്റ് ടേം. ഇവിടെ 1, ഇവിടെ അത് 2 ആയി, 3 ആയി. അപ്പൊ k ആണ്, k എന്തായിട്ട് മാറും? k+1. നെക്സ്റ്റ് 2, 3, 4, k+1 നെക്സ്റ്റ് ടേം k+2. Then the next term is 1/k+1 × k+2. That is k+1 ആകും, k+1 k+2 ആകും. P of k ട്രൂ ആണ്. ദാറ്റ് ഈസ് ഫ്രം ഇക്വേഷൻ നമ്പർ 1. ഈ ബ്രാക്കറ്റിലുള്ളതിന്റെ ആൻസർ എന്താണ്? k/k+1 ആണ്. അപ്പൊ k/k+1 പ്ലസ് നമ്മൾ എക്സ്ട്രാ എഴുതിയ ആ ടേം 1/k+1 × k+2. നെക്സ്റ്റ് ഇത് സിംപ്ലിഫൈ ചെയ്യാം. ഇതെങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം? ഇതിന് കോമൺ ഉള്ളത് ഔട്ട്സൈഡ് എടുക്കുക. ഹിയർ k+1 ഈസ് കോമൺ. ടേക്ക് k+1 ഔട്ട്സൈഡ്. k+1 ഔട്ട്സൈഡ് എടുത്താൽ k/1 പ്ലസ് 1/k+2 ബ്രാക്കറ്റിനകത്ത് കിട്ടും. k+1 ഔട്ട്സൈഡ് എടുക്കുക. ദെൻ k+1 ഔട്ട്സൈഡ് എടുത്തോണ്ട് ഇവിടെ ഒന്നും റിമെയിൻ ഇല്ല. ദാറ്റ് ഈസ് k/1 പ്ലസ് 1/k+2. ദെൻ സിംപ്ലിഫൈ ദ ടേം ഇൻ ദ ബ്രാക്കറ്റ് ഈക്വൽ ടു 1/k+1 × ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം k × k+2. k × k² പ്ലസ് k × 2 2k പ്ലസ് 1 × 1 1 divided by 1 × k+2 k+2. What is k² plus 2k plus 1? k+1 whole square, a plus b whole square, a² plus 2ab plus b square. Here a equal to k and b equal to 1. Thus we get 1/k+1 × k+1 whole square divided by k+2. k+1 whole square, here k+1 ഒരു k+1 കട്ടാക്കിയാൽ k+1/k+2 ആൻസർ കിട്ടും. This LHS side equal to k+1/k+2. Next find out RHS side. RHS equal to n/n+1. അതിൽ n-ന് k+1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ k+1 ഡിവൈഡഡ് ബൈ k+1 plus 1. k+1 divided by k+1 plus 1 is 2. k+1/k+2. LHS RHS equal ആണ്. LHS equal to RHS. That is P of k+1 is true. P of 1 true ആണെന്ന് പ്രൂവ് ചെയ്തു. P of k implies P of k+1 അതും നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ബൈ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ മെത്തേഡ് P of n is true for a very natural number n. Next question. Prove by using the principle of mathematical induction for all n belongs to n 1 plus 3 plus 3 square plus etc. plus 3 raised to n minus 1 equal to 3 raised to n minus 1 divided by 2. By principle of mathematical induction, prove this result. In the first step, consider this statement as P of n. Then P of 1 is true. Prove ചെയ്യണം. For take n equal to 1. If n equal to 1, then what is LHS? First term is 1. LHS equal to 1. RHS equal to
3 raised to n minus 1 by 2. Here n equal to 1. That is 3 raised to 1 minus 1 by 2. 3 raised to 1 is 3. 3 minus 1 by 2. 3 minus 1 is 2. 2 by 2 equal to 1. LHS equal to RHS. Hence P of 1 is true. Principle of mathematical induction method P of 2 true ആണെന്ന് പ്രൂവ് ചെയ്യണ്ട. ബട്ട് ക്വസ്റ്റ്യനിൽ എന്ത് ചോദിക്കാം? P of 2 true ആണെന്ന് പ്രൂവ് ചെയ്യാൻ ചോദിക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ P of 2 true ആണെന്ന് പ്രൂവ് ചെയ്യാം. P of 2 means n equal to 2. Then LHS equal to first two terms. Here 1 is first term, 3 is second term. Then sum of first two terms, that is LHS equal to 1 plus 3 equal to 4. RHS equal to 3 raised to n minus 1 by 2 will n equal to 2 substitute ചെയ്യാം. അപ്പോൾ 3 square minus 1 by 2. 3 square is 9. 9 minus 1, 8. 8 by 2 equal to 4. LHS equal to RHS. P of 2 is true. LHS എഴുതുമ്പോൾ ശ്രദ്ധിക്കണം, ഫസ്റ്റ് രണ്ട് ടേമിന്റെ സം ആണ്. ഇനി n equal to 3 ആണെങ്കിൽ ഫസ്റ്റ് 3 ടേംസിന്റെ സം 1 plus 3 plus 3 square 9, 9, 10, 13 ആൻസർ വരും. n equal to 3 means 3 cube minus 1 by 2. 27 minus 1, 26 by 2. That is 13 answer കിട്ടും. LHS equal to RHS. Hence P of 3 is true എന്ന് കിട്ടും. Next step, P of k is true implies P of k plus 1 is true. P of k is true. Assume P of k is true. That means 1 plus 3 plus 3 square plus etc. plus 3 raised to k minus 1. 3 raised to n minus 1 ആയിരുന്നു. അത് 3 raised to k minus 1 equal to 3 raised to k minus 1 divided by 2. P of n സ്റ്റേറ്റ്മെന്റിൽ n equal to k substitute ചെയ്തു. Take this one equation number 1. Next prove that P of k plus 1 is true. For take n equal to k plus 1. Right LHS side. P of k യുടെ LHS കംപ്ലീറ്റ് എഴുതുക. പ്ലസ് ഒരു ടേം കൂടുതലായിട്ട് ഉണ്ടാകും. ആ ടേം എന്താണ്? 1. 3 raised to 1, 3 square, 3 cube, etc. 3 raised to k minus 1. Then here k minus 1. Next term എന്തായിരിക്കും? 3 raised to k plus 3 raised to k. From equation number 1, 1 plus 3 plus 3 square plus etc. plus 3 raised to k minus 1 equal to 3 raised to k minus 1 by 2 plus നമ്മൾ ഇപ്പോൾ എഴുതിയ എക്സ്ട്രാ ടേം ആയ 3 raised to k. ഇതിനെ സിംപ്ലിഫൈ ചെയ്യാം. ഈക്വൽ ടു 3 raised to k, 3 raised to k ഡിവൈഡ് ബൈ 1 എഴുതുക. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 3 raised to k minus 1 into 1. That is 3 raised to k minus 1 plus 2 into 3 raised to k divided by 2. 2 3 raised to k, here 1 3 raised to k equal to 3 raised to k minus 1 by 2. അപ്പോൾ 2 3 raised to k നെയും 1 3 raised to k യും 3 raised to k ആക്കി. 3 raised to 1 into 3 raised to k. x raised to m into x raised to n എന്താണ്? x raised to m plus n ആണ്. Here 3 raised to k plus 1 minus 1 divided by 2. That is LHS side. Next find out RHS. 3 raised to n minus 1 by 2. Substitute n equal to k plus 1. 3 raised to k plus 1 minus 1 by 2. LHS കിട്ടിയതും 3 raised to k plus 1 minus 1 by 2 ആണ്.
That means LHS equal to RHS. Hence P of k plus 1 is true. P of 1 true ആണ്. P of k implies P of k plus 1 ആണ്. Hence by mathematical induction P of n is true for every natural number n. Next, third question. Prove by mathematical induction method 1 square plus 2 square plus 3 square plus etc. plus n square equal to n into n plus 1 into 2n plus 1 by 6. നേരത്തെ ചെയ്ത പ്രോബ്ലത്തിന്റെ അതേ മെത്തേഡിൽ ചെയ്യാം. ഫസ്റ്റ് ഗിവൺ സ്റ്റേറ്റ്മെന്റിന് പി ഓഫ് എൻ എന്ന് ഡിനോട്ട് ചെയ്യാം. പി ഓഫ് എൻ, ദാറ്റ് ഈസ് ഗിവൺ സ്റ്റേറ്റ്മെന്റ്. നെക്സ്റ്റ് പ്രൂവ് ദാറ്റ് പി ഓഫ് 1 ഈസ് ട്രൂ. അപ്പൊ ഈ ചാപ്റ്ററിലെ എല്ലാ പ്രോബ്ലം ഒരേ മെത്തേഡിലാണ് ചെയ്യേണ്ടത്. ഗിവൺ സ്റ്റേറ്റ്മെന്റ് പി ഓഫ് എൻ, പി ഓഫ് 1 ട്രൂ ആണെന്ന് എങ്ങനെയാണ് പ്രൂവ് ചെയ്യുക? ടേക്ക് n ഈക്വൽ ടു 1, ഫൈൻഡ് ഔട്ട് LHS. LHS ഈക്വൽ ടു ഫസ്റ്റ് ടേം, that is 1 square. 1 square equal to 1. Next find out RHS side. RHS equal to n into n plus 1 into 2n plus 1 by 6. അതിൽ n ന് 1 കൊടുത്താൽ 1 into 1 plus 1 into 2 into 1 plus 1 by 6. That is 1 into 1 plus 1 is 2, 2 into 1 is 2, 2 plus 1 3 by 6. 2 into 3 is 6, 6 by 6 equal to 1. Is LHS equal to 1, RHS again equal to 1. LHS equal to RHS. LHSഉം RHSഉം ഈക്വൽ ആയതുകൊണ്ട് P of 1 is true. Next, assume that statement is true for n equal to k. This P of k is true implies P of k plus 1 is true. Assume that P of k is true. This P of n is true for n equal to k. That means n ന് k കൊടുത്ത് സ്റ്റേറ്റ്മെന്റ് എഴുതാം. 1 square plus 2 square plus 3 square plus etc. plus k square equal to k into k plus 1 into 2k plus 1 by 6. Take this one as equation number 1. Given statement n ന്റെ പ്ലേസ് n ഉള്ളത് ഇവിടെയും ഇവിടെയാണ്. അവിടെയൊക്കെ എന്ത് കൊടുത്തു? k കൊടുത്തിട്ട് എഴുതി. നെക്സ്റ്റ് പ്രൂവ് ദാറ്റ് P of k plus 1 is true. P of k plus 1 ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യണം. P of k plus 1 ട്രൂ ആണെന്ന് പ്രൂവ് ചെയ്യാൻ ടേക്ക് n equal to k plus 1. അപ്പൊ n equal to k plus 1 ആകുമ്പോൾ ഫൈൻഡ് ഔട്ട് LHS and RHS. അപ്പൊ ഫസ്റ്റ് LHS സൈഡ് ഫൈൻഡ് ഔട്ട് ചെയ്യാം. അപ്പൊ LHS എങ്ങനെ എഴുതണം? n equal to k ആകുമ്പോഴുള്ള LHS കംപ്ലീറ്റ് എഴുതുക. ഇക്വേഷൻ നമ്പർ 1 നോക്കി. 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് k സ്ക്വയർ. ഇത് n equal to k ആകുമ്പോഴുള്ള LHS സൈഡ്. അപ്പൊ n equal to k plus 1 ആകുമ്പോൾ ഒരു ടേം കൂടുതലായിട്ടുണ്ടാവും. അപ്പൊ k സ്ക്വയർ കഴിഞ്ഞാൽ നെക്സ്റ്റ് ടേം എന്തായിരിക്കും? k plus 1 ഹോൾ സ്ക്വയർ.
അപ്പൊ n ഈക്വൽ ടു കെയുടെ LHS സൈഡ് എഴുതിയിട്ട് ഒരു ടേം കൂടുതൽ എഴുതണം. ഇനി n ഈക്വൽ ടു കെ വരെയുള്ള ടേംസ് ദാറ്റ് മീൻസ് പി ഓഫ് കെ ട്രൂ ആണ്. അപ്പൊ ഫ്രം ഇക്വേഷൻ നമ്പർ 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് കെ സ്ക്വയർ ഈക്വൽ ടു കെ ഇൻറ്റു കെ പ്ലസ് 1 ഇൻറ്റു 2k പ്ലസ് 1/6. അതെവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. കെ ഇൻറ്റു കെ പ്ലസ് 1 ഇൻറ്റു 2k പ്ലസ് 1/6 പ്ലസ് k പ്ലസ് 1 ഹോൾ സ്ക്വയർ. നെക്സ്റ്റ് ഇതിനെ സിംപ്ലിഫൈ ചെയ്യണം. ഇതിൽ കോമൺ ടേംസ് ഉണ്ടെങ്കിൽ ടേക്ക് ഔട്ട് സൈഡ് ഈക്വൽ ടു കെ പ്ലസ് 1 കോമൺ ആണ്, ടേക്ക് ഔട്ട് സൈഡ് കെ പ്ലസ് 1 ഇൻറ്റു കെ പ്ലസ് 1 ഔട്ട് സൈഡ് എടുത്താൽ കെ ഇൻറ്റു 2k പ്ലസ് 1/6 കെ ഇൻറ്റു 2k പ്ലസ് 1/6. ഹിയർ k പ്ലസ് 1 ഔട്ട് സൈഡ്. അപ്പോൾ k പ്ലസ് 1 സ്ക്വയർ മീൻസ് k പ്ലസ് 1 ഇൻറ്റു k പ്ലസ് 1 ആണ്. ഒരു k പ്ലസ് 1 ഔട്ട് സൈഡ് ആണ്. ഹെൻസ് k പ്ലസ് 1 ഡിവൈഡ് ബൈ 1. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ k പ്ലസ് 1 ഇൻറ്റു k into 2k plus 1 into 1. That is k into 2k plus 1. 2k into k, 2k square plus k into 1, k plus 6 into k plus 1. That is 6k plus 6 divided by 6 into 1 is 6 equal to k plus 1 into 2k square plus k plus 6k 7k plus 6 whole divided by 6. That is LHS side. അപ്പോൾ LHS side കാൽക്കുലേറ്റ് ചെയ്യാൻ n equal to k യുടെ LHS side എഴുതി പ്ലസ് k plus 1 ആകുമ്പോഴുള്ള നെക്സ്റ്റ് ടേം k plus 1 ഹോൾ സ്ക്വയർ 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ പ്ലസ് എക്സെട്ര പ്ലസ് k സ്ക്വയർ ഇക്വേഷൻ നമ്പർ 1 നിന്നും k ഇൻറ്റു k പ്ലസ് 1 ഇൻറ്റു 2k പ്ലസ് 1/6 കിട്ടി പ്ലസ് k പ്ലസ് 1th ടേം ആയ k പ്ലസ് 1 ഹോൾ സ്ക്വയർ കോമൺ ആയിട്ടുള്ളത് ഔട്ട് സൈഡ് എടുക്കുക. ദിസ് k പ്ലസ് 1 k ഇൻറ്റു 2k പ്ലസ് 1/6 പ്ലസ് k പ്ലസ് 1 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ വി ഗെറ്റ് LHS സൈഡ് ആസ് k പ്ലസ് 1 ഇൻറ്റു 2k സ്ക്വയർ പ്ലസ് 7k പ്ലസ് 6 ഡിവൈഡഡ് ബൈ 6. നെക്സ്റ്റ് RHS സൈഡ് കണ്ടുപിടിക്കുക. നെക്സ്റ്റ് RHS ഈക്വൽ ടു n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 1/6. അതിൽ n ഈക്വൽ ടു k പ്ലസ് 1 കൊടുക്കുക. അപ്പൊ k പ്ലസ് 1 ഇൻറ്റു n പ്ലസ് 1 is k പ്ലസ് 1 പ്ലസ് 1 ഇൻറ്റു 2n പ്ലസ് 1. അതിൽ n ന് k പ്ലസ് 1 2 ഇൻറ്റു k പ്ലസ് 1 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 6 ഈക്വൽ ടു k പ്ലസ് 1 ഇൻറ്റു k പ്ലസ് 1 പ്ലസ് 1 is k plus 2 into 2k plus 2 into 1 2 plus 1 is 3 divided by k divided by 6 equal to. അപ്പൊ ഇതും ഈക്വൽ ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. അതിനുവേണ്ടി k plus 1 ഉണ്ട്. നെക്സ്റ്റ് ഈ രണ്ട് ബ്രാക്കറ്റ് ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. k plus 1 into k into 2k square plus k into 3k plus 2 into 2k 4k plus 2 into 3 6 divided by 6. Then k plus 1 into 2k square plus 3k plus 4k
7k plus 6 divided by 6. That is LHS equal to RHS. LHS ഉം RHS ഉം equal ആയതുകൊണ്ട് hence P of k plus 1 is true. ഇപ്പൊ P of k plus 1 is true എന്ന് കിട്ടി. അതായത് നമ്മുടെ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ മെത്തേഡില് P of k is true implies P of k plus 1 is true നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. Hence by mathematical induction P of n is true for a very natural number n. That is the result.